26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ദുഃഖത്തിലാണ് ഇന്ത്യ. മതം ചോദിച്ചാണ് തീവ്രവാദികൾ വെടിയുതിർത്തതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. വിശുദ്ധ ഇസ്ലാമിക വാക്യമായ കലിമ ചൊല്ലാൻ ഭീകരർ ആവശ്യപ്പെട്ടുവെന്നും ഇതിന് സാധിക്കാത്തവരെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും ചിലർ വെളിപ്പെടുത്തി. കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാനെത്തിയ അസമിൽ നിന്നുള്ള പ്രൊഫസർ ദേബാശിഷ് ഭട്ടാചാര്യ കലിമ ചൊല്ലിയതിനാലാണ് താൻ രക്ഷപ്പെട്ടതെന്ന് വെളിപ്പെടുത്തിയിരുന്നു. സമാനമായ രീതിയിൽ ആക്രമണത്തിൽ മരിച്ച എൻ രാമചന്ദ്രന്റെ മകൾ ആരതിയും തന്നോട് ഭീകരർ കലിമ എന്ന വാക്ക് പറയാൻ ആവശ്യപ്പെട്ടതായി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്താണ് കലിമ? കലിമ എന്നത് ഒരു അറബി പദമാണ്. അതിനർത്ഥം വാക്കല്ലെങ്കിൽ പ്രസ്താവന എന്നാണ്. കലിമ എന്നറിയപ്പെടുന്ന ഈ വിശ്വാസ പ്രഖ്യാപനം നവജാത ശിശുവിന്റെ കാതുകളിൽ മന്ത്രിക്കുകയും 5 പ്രാർത്ഥനകൾക്കിടയിൽ ആവർത്തിക്കുകയും മരണസമയത്ത് ഒരു വിശ്വാസിയുടെ ചുണ്ടുകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യപ്പെടുന്നു. ഏകദൈവത്തിലും അവന്റെ അന്ത്യദൂതനായ മുഹമ്മദ് നബിയിലുമുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണിത്. ഇസ്ലാമിൽ 6 കലിമകളാണുള്ളത്. കലിമ തൈബ് അല്ലാഹുവിന്റെയും മുഹമ്മദിന്റെ പ്രവാചകത്വത്തിന്റെയും ഏകത്വം പ്രഖ്യാപിക്കുന്നു. കലിമ ഷഹാദ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ചൊല്ലുന്ന വിശ്വാസ സാക്ഷ്യം വീണ്ടും ഉറപ്പിക്കുന്നു. കലിമ തംജീദ് അല്ലാഹുവിന്റെ മഹത്വത്തെയും കാരുണ്യത്തെയും മഹത്വപ്പെടുത്തുന്നു. കലിമ തൗഹീദ് അല്ലാഹുവിന്റെ ഏകത്വത്തെയും ജീവിതത്തിനും മരണത്തിനും മേലുള്ള ശക്തിയെയും കുറിച്ച് സംസാരിക്കുന്നു. കലിമ അസ്തഗ്ഫാർ അറിയുന്നതും അറിയാത്തതുമായ പാപങ്ങൾക്ക് ക്ഷമ തേടുന്നു. കലിമ റദ്ദെ കുഫൂർ അവിശ്വാസത്തെയും പാപകരമായ പ്രവൃത്തികളെയും നിരസിക്കുന്നു. എന്താണ് കലിമയുടെ പ്രാധാന്യം? 6 കലിമകൾ ഇസ്ലാമിക വിശ്വാസത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. അല്ലാഹുവിന്റെ ഏകത്വം, പ്രവാചകന്റെ പ്രാധാന്യം, പാപമോചനം തേടേണ്ടതിന്റെ, പാപത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതിന്റെയും ആവശ്യകത എന്നിവയെക്കുറിച്ച് ഇവ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നു. കലിമ പാരായണം ചെയ്യുന്നത് മുസ്ലിങ്ങളെ ചിന്തിക്കാനും പശ്ചാത്തപിക്കാനും അവരുടെ വിശ്വാസം ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു. അതേസമയം പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവർക്കായി തിരച്ചിൽ തുടർന്ന് സുരക്ഷാ സേന ഇന്നലെ 4 പേരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. രാജ്യത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം ചേർന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കും. അന്വേഷണ വിവരങ്ങളും ചർച്ച ചെയ്യും. ഭീകരാക്രമണത്തിന് ശേഷമുള്ള സാഹചര്യം വിലയിരുത്താൻ കോൺഗ്രസ് പ്രവർത്തക സമിതിയും ഇന്ന് യോഗം ചേരും. ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 26 എന്ന് സ്ഥിരീകരിച്ചതായി വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. വിനോദസഞ്ചാരികളെ അയുംകൊല ചെയ്തതിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതോടെ ഇന്ത്യ ശക്തമായി തിരിച്ചടി നടപടികൾ തുടങ്ങി. പാക് പൗരന്മാർക്ക് ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തി നയതന്ത്ര ബന്ധം കുറച്ചു. പഞ്ചാബിലെ വാഗ അട്ടാരി അതിർത്തി അടയ്ക്കും. സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനും തീരുമാനിച്ചു. സൈനിക നടപടി ഏത് നിമിഷവും ഉണ്ടാകും. സജ്ജമാകാൻ സൈന്യത്തിന് അടിയന്തര നിർദ്ദേശവും നൽകിയിരുന്നു. ആക്രമണം മുന്നിൽ കണ്ട അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ആളുകളെ ഒഴിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല സുരക്ഷാ സമിതിയാണ് കടുത്ത തീരുമാനങ്ങളെടുത്തത്. പാക് പൗരന്മാർക്ക് അനുവദിച്ച വിസ റദ്ദാക്കും. സാർക്ക് വിസ അനുവദിക്കില്ല. ഇന്ത്യയിലുള്ളവർ 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണം. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷണർ ഓഫീസിലെ സൈനിക അറ്റാഷേമാരും അനുബന്ധ ജീവനക്കാരും ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു പോകണമെന്നും ഇവർ ഭീകരരെ സഹായിക്കുന്നെന്നാണ് വിലയിരുത്തലെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.